ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ജാപ്പനീസ് ചീസ് കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 160 ഗ്രാം ക്രീം ചീസ് ചേർത്ത് കൊടുക്കുവാണ്. റൂം ടെമ്പറേച്ചറുള്ള ക്രീം ചീസ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 160 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 20 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുവാണ്. അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 20 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഈ ഒരു ബൗളെടുത്ത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ചീസും ബട്ടറും നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ഒരു ക്രീമി ടെക്സ്ചറായി കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ ചീസും ബട്ടറും നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു പരുവമാകുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 50 ഗ്രാം പാല് ചേർക്കുവാണ്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പാല് ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 30 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കുവാണ്. അത് 1/4 കപ്പോളം വരും കേട്ടോ. 30 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഇതിലേക്ക് ഞാൻ 10 ഗ്രാം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് മിക്സാക്കി കൊടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് 4 മുട്ടയാണ്. 4 മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കി വെക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. 4 മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുവാണ്. വാനില എസൻസ് ഓപ്ഷണലാണ്, വേണേൽ ചേർത്താൽ മതിയാകും. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് മിക്സായി കിട്ടണം കേട്ടോ. സ്പാച്ചിലയോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 4 മുട്ടയുടെ വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ട് മുട്ട നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം ജസ്റ്റ് ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 80 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. 80 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നത് വരെ ഹൈ സ്പീഡിൽ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസിൻ്റെയും ഒരു മുട്ടയുടെ മഞ്ഞയുടെയും മിക്സിലേക്ക് നമുക്കിത് കുറേശ്ശെ ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ മിക്സാക്കി എടുക്കാം കേട്ടോ. ഓവറായിട്ട് മിക്സാക്കരുത്. അങ്ങനെ ആകുമ്പോൾ മുട്ടയുടെ വെള്ളം പെട്ടെന്ന് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സാക്കി എടുക്കാം. മുട്ടയുടെ വെള്ളം ചേർത്ത് മിക്സാക്കുന്ന ടൈമിൽ നമുക്ക് ഓവനും കൂടെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളം ചേർത്ത് കംപ്ലീറ്റ് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ പാനാട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ഈ ഒരു മെഷർമെൻറ്റിൽ 6 ഇഞ്ചിൻ്റെ പാൻ വേണം എടുക്കാനായിട്ട്. 6 ഇഞ്ചിൻ്റെ പാൻ എടുത്താൽ മാത്രമേ നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്യുമ്പം കുറച്ച് ഫ്ലാറ്റായിട്ടായിരിക്കും നമുക്ക് കേക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 6 ഇഞ്ചിൻ്റെ പാൻ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ടിൻ വേറൊരു വലിപ്പമുള്ളൊരു കേക്ക് ടിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ട്രേയുടെ ഉള്ളിലേക്കോ ഇറക്കി വെക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു 1/3 പാർട്ട് നമുക്ക് നല്ല തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ വേണം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട്. ഇതിന് പറയുന്നത് വാട്ടർ ബാത്ത് എന്നാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഒരു കേക്ക്
നല്ല മോയിസ്റ്റായിട്ട് കിട്ടുന്നത്, ഒത്തിരി ഹാർഡാകാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. നല്ല തിളച്ച വെള്ളം വേണം ഒഴിക്കാനായിട്ട്, അത് ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിത് 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് ഓവനിലേക്ക് 150 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ആദ്യം ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒരു 40 മിനിറ്റും കൂടെ ഒരു 160 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കേക്കിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇതിപ്പം 7 ഇഞ്ചിൻ്റെ പാൻ ആയതുകൊണ്ടാണ് കേക്ക് ഫ്ലാറ്റായിട്ട് വന്നിട്ടുള്ളത്. 6 ഇഞ്ചിൻ്റെ പാൻ ആകുമ്പോൾ നല്ല ഹൈറ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് 6 ഇഞ്ചിൻ്റെ പാനിൽ വേണം ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഇതാ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കേക്ക് മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റും ടെക്സ്ചറാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.